വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ആപ്പിൾ മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലും പ്രത്യേക വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായമില്ലാതെ തന്നെ എങ്ങനെ വീഡിയോ ട്രിം ചെയ്യാം അതുപോലെ തന്നെ കമ്പൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് അത് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് ഫോട്ടോസ് എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോ ഓപ്പൺ ആവും, പ്ലേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുകളിൽ എഡിറ്റ് ആൻഡ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ട്രിം എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വീഡിയോ പോർഷൻ സെലക്ട് ചെയ്യും. എൻ്റെ ബിഗിനിങ് ഞാൻ ഇത്രയും വെച്ചു. അതുപോലെ തന്നെ എനിക്കതിൻ്റെ ഒരു എൻഡ് ഇവിടം വരെ മതി എന്ന് വിചാരിക്കും. അതിനുശേഷം സേവ് എ കോപ്പി എന്ന് പ്രസ് ചെയ്യും. കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഞാൻ ഈ ട്രിം ചെയ്ത ആ വീഡിയോ ഒരു അഡീഷണൽ ക്ലിപ്പായിട്ട് ഇവിടെ വരുന്നത്. ഇനി വീഡിയോകൾ തമ്മിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ കമ്പൈൻ ചെയ്യേണ്ട വീഡിയോകൾ ഒരു ഫോൾഡറിലാക്കി വയ്ക്കുക. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം. ഞാനൊരു ഫോൾഡറിൽ 2 വീഡിയോ ക്ലിപ്പുകൾ വെച്ചിട്ടുണ്ട്. അതിന് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഫോട്ടോസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ ഫോൾഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ആഡ് എ ന്യൂ ഫോൾഡർ, ആഡ് എ ഫോൾഡർ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ മേർജ് എന്നുള്ള ഒരു ഫോൾഡർ വരും. അതിൽ കാണുന്ന കമ്പൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലിപ്പുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ എന്നുള്ള ഓപ്ഷനിൽ ന്യൂ വീഡിയോ പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനിയും എന്തെങ്കിലും ട്രിമ്മിങ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ട്രിം എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ട്രിം ചെയ്യാം. അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റു ചില എഫക്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോകൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് എന്തെങ്കിലും ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർമാർക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിലൊരു നമുക്കിഷ്ടമുള്ളൊരു സ്റ്റൈൽ സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാം. അതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു മോഷൻ എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. 3D എഫക്റ്റുകൾ കുറച്ച് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു വീഡിയോ എഫക്റ്റാണ്, ലീവ്സ് വീഴുന്നത്. അതുപോലെയുള്ള വീഡിയോ എഫക്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ കുറേ ഫിൽറ്ററുകളുണ്ട്, അതിൻ്റെ കളർ ടോൺസൊക്കെ മാറ്റാനും കുറേ ഫിൽറ്ററുകൾ അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ സ്പീഡ് സെറ്റ് ചെയ്യാം. അതിനുശേഷം മുകളിൽ ഫിനിഷ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഏത് ക്വാളിറ്റിയിൽ നമുക്ക് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അത് ഏകദേശം ഒരു മിനിറ്റോളം എടുക്കും എന്ന് എക്സ്പോർട്ട് ആകണമെങ്കിൽ. അത് വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്ഷൻ ഉള്ളത് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലാണ്. എക്സ്പോർട്ട് പ്രോസസ്സ് കഴിയുമ്പോൾ ഇത് പ്ലേ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇനി ആ ഫോൾഡറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാൻ പറ്റും. ഇങ്ങനെയാണ് വിൻഡോസ് കമ്പ്യൂട്ടറിൽ നമ്മൾ ട്രിം ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. ആപ്പിൾ മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ വീഡിയോ ട്രിം ചെയ്യാനും അതുപോലെ തന്നെ കമ്പൈൻ ചെയ്യാനും വളരെ ഈസിയാണ് വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഓപ്പൺ വിത്ത് ക്വിക്ക് ടൈം പ്ലെയർ പ്രസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എഡിറ്റ് ഓപ്ഷനിൽ ട്രിം എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ശരി, നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ ഏത് ഭാഗമാണ് സെലക്ട് ചെയ്യണം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി. അതിനുശേഷം ട്രിം പ്രസ് ചെയ്യുക. ക്ലോസ് ചെയ്യാൻ നേരത്ത് നമ്മളോട് ചോദിക്കും സേവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു നെയിം കൊടുത്ത് അത് സേവ് ചെയ്യും.
സേവ് ആയി. അപ്പോൾ ഇനി നമുക്ക് എന്തുണ്ട് ടെസ്റ്റ് 1 എന്നുള്ള പേരിൽ സേവ് ആയിട്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് നോക്കാം. ഇതും വളരെ ഈസിയാണ്. ഓപ്പൺ വിത്ത് ക്വിക്ക് ടൈം പ്ലെയർ പ്രസ് ചെയ്യുക. ഇനി ഏത് വീഡിയോ ആയിട്ടുമാണോ കമ്പൈൻ ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് വെറുതെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഇനി വേറെ അഡീഷണൽ വീഡിയോ ഇടണമെങ്കിൽ അതും ഡ്രാഗ് ചെയ്യുക. ഡൺ പ്രസ് ചെയ്യുക. നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്ത് സേവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നെയിം കൊടുക്കുക, സേവ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു സാധ്യത നമുക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് വീഡിയോ ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പറയുന്ന ഏസ് തിങ്കർ എന്ന് പറയുന്ന ഓൺലൈൻ റെക്കോർഡിങ്ങിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എവിടെ മിസ്റ്റേക്ക് വരുന്നോ അവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ട ഇത് എങ്ങനെയാണ് ട്രിം ചെയ്യുന്നതെന്ന് കണ്ട ആ വിൻഡോസ് അല്ലെങ്കിൽ മാക്കിൻടോഷിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ച് ട്രിം ചെയ്യുക. അതിനുശേഷം വീണ്ടും റെക്കോർഡിംഗ് തുടങ്ങുക, കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട പല ക്ലിപ്പുകളും നമുക്ക് ഈ വിൻഡോസിലും മാക്കിൻടോഷിലും കണ്ട ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാം. അങ്ങനെ വളരെ ഫലപ്രദമായ രീതിയിൽ വളരെ ഈസി ആയിട്ട് പ്രത്യേക വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് വീഡിയോ കമ്പൈൻ ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മറ്റൊരു സാധ്യതയുള്ളത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു വീഡിയോ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റേതായിട്ടുള്ള ഒരു ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈറ്റിലും അതുപോലെ തന്നെ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടോ അതനുസരിച്ചുള്ള വീഡിയോകളും നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പൈൻ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊമോ വീഡിയോയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടൈറ്റിൽ വീഡിയോ ആദ്യം ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻഡിങ്ങിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായമില്ലാതെ ആഡ് ചെയ്യാം. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്.